പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ അധികാര കേന്ദ്രങ്ങൾ രൂപീകരിക്കപ്പെടുന്നു എന്ന് തോന്നൽ വന്നപ്പോൾ എനിക്ക് ആക്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വൈകി വന്ന വിവേകം എന്നെനിക്ക് തോന്നുന്നു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ സതീശൻ ഒരു പരാജയമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വിമർശകർ ഉന്നയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. CPM ആണ് പ്രതിപക്ഷത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ ആ വിഷയമൊക്കെ അതാത് സമയത്ത് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഒപ്പം നിൽക്കുന്നവനിട്ട് എങ്ങനെ പണി കൊടുക്കാന്നുള്ള വിഷയത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക, എല്ലാവരും മത്സരിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയിൽ പൊതു കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് സമയം കിട്ടുന്നില്ല, അതിൽ താല്പര്യമില്ല എന്നുള്ളത്. ജനം അവർക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്, ഭരണം അവരെ ഏൽപ്പിക്കാൻ തയ്യാറാണ്. പക്ഷേ ആദ്യം അവർ ഞങ്ങൾക്ക് ഭരിക്കണം എന്നുള്ള തീരുമാനത്തിലേക്കും തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് ഉള്ള ഒരു ബോധത്തിലേക്ക് അവർ വരണം. മൂന്നാമതൊരു ടേം കൂടെ LDF വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിലാണ്. രാജ്ഭായ് നമസ്കാരം. നമസ്കാരം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് നടത്തിയ പത്രസമ്മേളനം ആലപ്പുഴയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഇന്ന് പ്രസ് മീറ്റ് നടത്തിയത്. എനിക്കൊന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു പത്രസമ്മേളനമാണ് ഇന്ന് ആലപ്പുഴയിൽ നടന്നത്. അതിനിടയിൽ ഏതോ ഒരു പത്രലേഖകൻ അദ്ദേഹത്തെ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ച്, അതായത് താങ്കൾ ഉന്നയിച്ചിട്ടുള്ള അഴിമതികളിൽ ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ, ഇങ്ങനെയുള്ള അപക്വമായ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ അദ്ദേഹം ഇന്ന് ഒരുപാട് വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. P. ശശിയുടെ ഓഫീസിൽ നിന്ന് ബിന്ദു എന്ന സ്ത്രീക്കുണ്ടായിരിക്കുന്ന ദുരനുഭവം മുതൽ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങൾ വരെ അദ്ദേഹത്തിന് അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ കുട്ടനാട്ടെ കർഷകരുടെ പ്രശ്നത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അല്പം വൈകിപ്പോയോ എന്നെനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തോളം കുട്ടനാട്ടിലെ റോഡ് സൈഡിൽ കർഷകരുടെ നെല്ല് ഇങ്ങനെ കൂമ്പാരമായിട്ട് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു, ആർക്കും വേണ്ടാത്ത രീതിയിൽ. പക്ഷേ 2 ദിവസം മുമ്പ് സിവിൽ സപ്ലൈസ് മന്ത്രിയായിട്ട് P. പ്രസാദ് ഇടപെട്ട് അത് നെല്ല് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇത്രയും കാലം ഉറങ്ങുമായിരുന്നു എന്ന് കാണുന്നവർക്ക് തോന്നിപ്പോകും. കാരണം എനിക്ക് തോന്നുന്ന കോൺഗ്രസിനകത്ത് ഇപ്പോൾ സണ്ണി ജോസഫ് വന്നു, അങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ പുനഃസംഘടന വന്നപ്പോൾ പുതിയ അധികാര കേന്ദ്രങ്ങൾ രൂപീകരിക്കപ്പെടുന്നു എന്ന് തോന്നൽ വന്നപ്പോൾ എനിക്ക് ആക്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വൈകി വന്ന വിവേകം എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം നല്ല പ്രസൻറ്ററാണ്, ആ കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. നല്ല ഡിബേറ്ററാണ്. ഇപ്പോൾ 2011 അദ്ദേഹം ലോട്ടറി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തോമസ് ഐസക്കുമായിട്ട് നടത്തിയിട്ടുള്ള സംവാദങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളീയ സമൂഹത്തിന് മുമ്പിലുണ്ട്. അപ്പോൾ അദ്ദേഹം നല്ല പ്രസൻറ്ററാണ്, കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ കഴിവ് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കണം. സമയം വലിയ ഘടകം ഇതിനകത്ത്. സിബി പറഞ്ഞ പോലെ തന്നെ ഇത് ഇന്നലെ നടന്ന സ്ഥാനത്ത് ഇന്ന് വന്നിട്ട് അഭിസംബോധന ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ പശുവും ചത്തും മോരിൻ്റെ പുളിയും പോയി എന്ന് പറയുന്ന പോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ സംഭവവും കഴിഞ്ഞിട്ട് പിന്നെ വന്ന് സംസാരിക്കുന്നതിനകത്ത് ഓരോ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത് അതാത് സമയത്ത് ചെയ്യണം. ആ അർത്ഥത്തിൽ കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് വെച്ചാൽ എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനായിരുന്നു. അദ്ദേഹം നിരന്തരമായി ഏതെല്ലാം വിഷയങ്ങൾ കൈകാര്യം ചെയ്തു, ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇടപെട്ടു, അങ്ങനെയുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അങ്ങനെ തിളങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിലും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒരേ സമയം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും 2 റോള് അദ്ദേഹത്തിന് തന്നെയായിരുന്നു. അങ്ങനെ ഒരു അത്ഭുതമായിരുന്നു ഉണ്ടായിരുന്നത്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം തന്നെ VD സതീശനോട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരുടെ താല്പര്യം നമുക്കറിയാം. CPMൻ്റെ ചാനലിൽ നിന്നാണ് ചോദ്യം വന്നത്, പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചതാണ്. കാരണം വിഷയത്തെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. എന്തെങ്കിലും തെളിയിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിലെ എല്ലാ സംവിധാനങ്ങളും കിടക്കുന്നത്, വിജിലൻസും പോലീസും എല്ലാം ഇവരുടെ കയ്യിലാണ് കിടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് തെളിയിക്കുന്നത്? വേണ്ട തെളിവുകൾ പിന്നെ ഇല്ലാതാക്കുന്നതിൽ വളരെ വൈദഗ്ധ്യമുള്ള ആളുകളെ കീ പോസ്റ്റുകളെല്ലാം റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ P. ശശി ഈ ആഭ്യന്തര വകുപ്പിനെ പരിപൂർണമായി നിയന്ത്രിക്കുന്നത് P. ശശി തന്നെയാണ്, അതിനും സംശയമൊന്നുമില്ല. ഇവിടെ പല വിഷയങ്ങൾക്കകത്തും പോലീസ് ദുരുപയോഗപ്പെടുന്നുണ്ട്. ബിന്ദുവിൻ്റെ വിഷയത്തിൽ പോലും എത്ര വലിയ അവരനുഭവിച്ചൊരു മാനസിക വ്യഥ ആലോചിച്ച് നോക്കിയേ. സ്വന്തം നിരപരാധിത്വം മറ്റൊരാളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ കഴിയാതെ വരുന്നൊരു നിസ്സഹായാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തതാണ്. നമുക്ക് ആരാണെങ്കിലും XY നമ്മളാണെങ്കിൽ പോലും ബോധ്യപ്പെടേണ്ടവരത് ബോധ്യപ്പെടുന്നുമില്ല. ഈ സാധനം കിട്ടിക്കഴിഞ്ഞിട്ടും പിന്നെ ഇവരെ അവിടെ തന്നെ കുറേ ഇട്ട് ടോർച്ചർ ചെയ്തു. പോലീസിനൽപ്പം ഇവർ എടുത്തു എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും. എന്നാൽ തന്നെ അത് കുറച്ചുകൂടെ ഇന്നത്തെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് പോലീസ് പലതും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയവരും BTech കഴിഞ്ഞവരും ഒക്കെയാണ് ഈ പിന്നെ സിവിൽ പോലീസ് ഓഫീസർമാരായിട്ട് തന്നെ വരുന്നത്. അങ്ങനെ വരുന്നവരുടെ അടുത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത വിവേകരഹിതമായ ഒരു പെരുമാറ്റമാണ് വന്നത്. പക്ഷേ ഇത് ആഭ്യന്തര വകുപ്പിൽ ഇപ്പോഴല്ലല്ലോ വരുന്നത്. സതീശൻ ഇപ്പോഴാണ് ഉണർന്നതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതായി. ഇപ്പോഴല്ലോ ആഭ്യന്തര വകുപ്പിനെതിരെ കാലങ്ങളായിട്ട് ഇത്തരം ആരോപണങ്ങളുണ്ട്. ഓരോ കഴിവുള്ള ആളുകളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള തസ്തികകളിലാക്കാതെ നല്ല കഴിവുള്ള ഏതെങ്കിലും IPS ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവനെ പ്രിന്റിംഗ് പിന്നെ ഇതിൻ്റെ ഇതാക്കിയിടും, അല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെ മേധാവിയൊക്കെ ഇടും, തീ കെടുത്താനേ, അതല്ലെങ്കിൽ തൂമ്പ ഉണ്ടാക്കാൻ വിടും. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പലപ്പോഴും പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മാനേജിംഗ് ഡയറക്ടറൊക്കെ ആക്കിയിട്ട് നിയമനം നടത്തുന്നത്. അവരുടെ അന്വേഷണ മികവ്, അവരുടെ പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലുള്ള അവരുടെ കഴിവുകൾ, സ്കില്ല് അത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാതെ ഇവർ പറയുന്നാൽ കേൾക്കുന്ന ആളുകളെ പല സ്ഥലങ്ങളിലും ആക്കുകയും, എന്നാൽ ഷാജസ്കറിയൊക്കെ പാതിരാത്രി പോയിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള വ്യഗ്രത
ഉണ്ടാവുകയും പി സി ജോർജിനെ കൊണ്ടുപോയത് അതിരാവിലെ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഇവർ എവിടെയായിരുന്നു എന്നുള്ളതാണ് വിഷയം. ഇത്തരം വിഷയങ്ങൾക്കകത്തൊന്നും സതീശന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, സതീശൻ്റെ കഴിവുണ്ട്, സ്കിൽഡാണ്, അതിലൊന്നും നമുക്ക് സംശയമില്ല. പക്ഷേ സതീശൻ്റെ കഴിവുകൾ വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ സതീശൻ ഒരു പരാജയമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വിമർശകർ ഉന്നയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. രമേശ് ചെന്നിത്തല പല വിഷയങ്ങളിലും രമേശ് ചെന്നിത്തല അതിൻ്റെ പ്രസൻറ്ററല്ല. സതീശൻ ചെന്നിത്തല തമ്മിലുള്ള വ്യത്യാസം അതാ. രമേശ് ചെന്നിത്തലയ്ക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനോ ഒന്നുമുള്ള ഒരു ശേഷി കുറവുണ്ടായിരുന്നെങ്കിൽ തന്നെയും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ പല വിഷയങ്ങൾ റൈസ് ചെയ്യുകയും നിയമപരമായ പോരാട്ടത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ടൈമിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് കൊണ്ടുവന്ന വിഷയങ്ങളാണ് ഇപ്പം ഓരോന്നായിട്ട് വീണ്ടും 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 കത്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദളിത് സ്ത്രീയായിട്ടുള്ള ബിന്ദുവിന്റെ ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തന്നെ കുറ്റക്കാരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിസരത്ത് ഉണ്ടാവുന്ന ഒരു വിഷയത്തിൽ അവിടെ ഒരു സ്ത്രീ, ആ സ്ത്രീയെ ഇങ്ങനെ വ്യാജമായിട്ട് തന്നെ ഒരു കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വെക്കുന്നു. ഒരു ദിവസത്തോളം അവരെ അവിടെ തടഞ്ഞു വെക്കുന്നു. ഈ വാർത്ത പിറ്റേ ദിവസം തന്നെ എല്ലാ പൊതുസമൂഹത്തിനും മൊത്തം അറിയാൻ സാധിച്ചതാണ്. അതിനുശേഷവും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ വേണ്ടത്ര രീതിയിൽ ഒരു ഇടപെടൽ നടത്താതെ വന്നതുകൊണ്ടാണ് ഈ സ്ത്രീക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയെ കാണേണ്ടതായിട്ട് വന്നത്. പക്ഷേ പി ശശിയെ സംബന്ധിച്ചിട്ട് പി ശശിക്ക് കൈകാര്യം ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത് കൂടാണ്ട് മുഖ്യമന്ത്രിയുടെ ഗ്രീവ്നെസ് സെല്ലൊക്കെ എനിക്ക് തോന്നുന്നു വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അവിടെങ്ങളിലൊന്നും ഈ പരാതി എത്താനായിട്ടുള്ള സാധ്യതകളും ഇല്ല എന്നിരിക്കുന്നത്, എത്തിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അടിയന്തരമായിട്ട് തന്നെ ആ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതായിരുന്നു. ഞാൻ പറയുന്നത് ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരു പരാജയമാണ് എന്ന് തോന്നുന്നുണ്ടോ? അവരുടെ ജനകീയ വിഷയങ്ങളിലെ ഇടപെടലുകളിൽ അവരൊരു പരാജയമായിട്ട് മാറുന്നു. ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രതിപക്ഷത്തിന് വലിയ റോളുണ്ട്. കാരണം നമ്മുടെ ഒരു രാഷ്ട്രീയം എടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ. പ്രതിപക്ഷത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കാനുള്ളത്. അത് എന്നും പുട്ടിന് തേങ്ങിയിട്ട പോലെ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും പത്രസമ്മേളനം നടത്തിയിട്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നോ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നോ പറയുന്നതാണ് പ്രതിപക്ഷ പ്രവർത്തനം എന്നുള്ള അഭിപ്രായത്തോടെ എനിക്ക് വിയോജിപ്പുണ്ട്. അതേസമയം തന്നെ ഭരിക്കുന്നവർ പോകുന്ന വഴികളിൽ പ്രതിപക്ഷമില്ലാത്ത ഒരു ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അപകടകരമായിരിക്കും. അല്ലെങ്കിൽ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുമ്പോഴാണ് ഏകാധിപത്യത്തിലേക്ക് പോകുന്നത്. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത്. ഇപ്പം ഈ തമിഴ്നാട്ടിലൊക്കെ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ, പ്രതിപക്ഷത്തെ മൈൻഡ് ചെയ്യത്തില്ല. ജയലളിത വരുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ കരുണാനിധിയെ പാതിരാത്രി തൂക്കിയെടുത്ത് വയസ്സുകാലത്ത് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു. പിന്നെ തിരിച്ചും ഇവർ അധികാരത്തിൽ വന്നപ്പോൾ ജയലളിതയെ നിയമസഭയിൽ നിന്ന് അവരെ വസ്ത്രാക്ഷേപം നടത്തി. ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിഗതികൾ ജനാധിപത്യത്തിന് യോജിക്കാത്ത, ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയത്തിന് അനുയോജ്യമല്ലാത്ത പല പ്രവൃത്തികളും അവിടെയൊക്കെ ഉണ്ടാകുമ്പോഴും കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ പ്രതിപക്ഷ ബഹുമാനത്തോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാ കാലത്തും നിന്നിരുന്നത്. നായനാരുടെയും കരുണാകരൻ്റെയും ഒക്കെ കാലം തൊട്ട് തന്നെ അങ്ങനെ തന്നെയാണ്. പരസ്പര ബഹുമാനത്തോടെ പരസ്പരം ആദരിച്ചുകൊണ്ട്, എന്നാൽ തിരുത്തുക, രൂക്ഷമായി വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളുണ്ട്. ഇപ്പം ശിവദാസ മേനോൻ, നമ്മുടെ അന്തരിച്ചുപോയ മുൻ മന്ത്രി ടി ശിവദാസ മേനോൻ, പാലക്കാടുകാരനാണല്ലോ. പിന്നെ അദ്ദേഹവും കെ എം മാണിയും തമ്മിൽ സഭയ്ക്കകത്തൊരു വാഗ്വാദം നടക്കുക. അപ്പോൾ കെ എം മാണി അന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹം പ്രതിപക്ഷത്താണ്, ശിവദാസ മേനോൻ. അപ്പം കെ എം മാണി പറഞ്ഞു മേനോൻ പിന്നെ സ്കൂളിലെ സ്വഭാവം ഇവിടെ കാണിക്കരുതെന്ന് പറഞ്ഞു. കാരണം ഇദ്ദേഹം അധ്യാപകനായിരുന്നു. തിരിച്ച് ശിവദാസ മേനോൻ പറഞ്ഞു മാണി സാറ് ബാറിലെ സ്വഭാവം ഇവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം അഭിഭാഷകൻ, ആ ബാറാണ് ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെയൊക്കെ പറയുന്ന വളരെ മനോഹരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടിരുന്ന ഒരു ടി എം ജേക്കബ് നല്ല പാർലമെന്റേറിയനായിരുന്നു. ആ അർത്ഥത്തിൽ ശോഭിക്കാനുള്ള കഴിവുള്ള ആളാണ് സതീശൻ. പക്ഷെ അഡ്രസ്സ് ചെയ്യുന്നില്ല വിഷയങ്ങളെ. ഇത് പുള്ളിക്ക് എന്താ മടി പിടിച്ചതെന്ന് എനിക്ക് സംശയം തോന്നുന്നു. ഇപ്പോൾ അതൊരു വെളിപാട് വന്ന പോലെ വന്ന് പറയുന്നത്. പക്ഷേ ഈ ആറിത്തണുത്ത കഞ്ഞി വിളമ്പി കൊടുക്കുന്നു. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ, ഈ വിഷയങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾക്കകത്ത് സാധാരണ പൗരന്മാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ വിഷയത്തിനകത്തൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും എഴുതുകയൊക്കെ ചെയ്തതിന് ശേഷം അതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനൗചിത്യം ഉണ്ടായിരുന്നു. ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല. നെൽകർഷകരുടെ പ്രശ്നം കഴിഞ്ഞ് ഒരു മാസമായിട്ട് അവിടെ ഉണ്ട്. അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ, അതായത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ കുട്ടനാട്ടിലെ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇതൊക്കെ പ്രതിപക്ഷ നേതാവ് അറിയത്തില്ലേ? പ്രതിപക്ഷ നേതാവിന് ഡാറ്റ കൊടുക്കേണ്ടതാണ്. അവിടെയുള്ള ലോക്കൽ പൊളിറ്റീഷ്യൻസ് ആണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കോൺഗ്രസിൽപ്പെട്ട ആളുകളാണ് കൊടുക്കേണ്ടത്. അത് കൊടുത്തിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അല്ല, ഇതിനകത്തുള്ള പ്രശ്നം പറ്റിയതെന്നറിയോ? യഥാർത്ഥത്തിൽ പ്രശ്നം പറ്റിയത് ഒരു മാസമായിട്ട് KPCC പ്രസിഡന്റ് മാറുന്നു പറഞ്ഞിട്ടുള്ള ഈ വിവാദത്തിന്റെ പുറകെയായിരുന്നു. ഇവരുടെ മൊത്തം എനർജി അതിനകത്ത് ഫോക്കസ് ചെയ്തു പോയി. ഇവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന് വലിയ റോളുണ്ട്. ആ ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് കുറച്ചുകൂടെ പക്വമായിട്ടൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്. BJPയുടെ ഭാഗത്തുനിന്നും ഈ വിഷയങ്ങളൊന്നും ഏറ്റെടുക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിട്ടില്ല. അതും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ഒരു MP ഉണ്ട്, 2 കേന്ദ്രമന്ത്രിമാരൊക്കെയുള്ള ഒരു പാർട്ടിയാണ്. ചെറിയ പാർട്ടിയല്ല, രാജ്യം ഭരിക്കുന്ന പാർട്ടി. അവരിവിടെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി. അവരും ഈ വിഷയത്തിനകത്ത് വളരെ ചത്ത സമീപനം തന്നെ സ്വീകരിച്ചിട്ടില്ല. കാര്യമായിട്ട് ഈ വിഷയത്തെ ഒന്നും അഭിമുഖീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല.
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംഘടനാ മിഷണറി ഉണ്ട്. ആ മിഷണറിക്കകത്ത് ഈ വിവരങ്ങളെല്ലാം മേളിലേക്ക് കൊടുക്കേണ്ടുന്ന സമയത്ത് ഇവർ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലോട്ട് മെയിൽ വെച്ച് അയച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ പറ്റിപ്പോയത്. കാരണം ആന്റണിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനും ബാക്കിയുള്ള ആൾക്കെതിരായിട്ടുള്ള ക്യാമ്പയിനും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മെയിൽ അയക്കലും ഈ ഫാക്സ് അയക്കലും മാത്രമുള്ള ഇതാണല്ലോ ഇവരെ പണ്ട് തൊട്ടേയുള്ള കലാപരിപാടിയാണത്. അതേസമയം CPM ആണ് പ്രതിപക്ഷത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ ആ വിഷയമൊക്കെ അതാത് സമയത്ത് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അവരുടെ കർഷക തൊഴിലാളി യൂണിയനും ബാക്കിയുള്ളതൊക്കെ രംഗത്ത് വരും. ഇപ്പം ഞാൻ നെൽകൃഷി 2 വർഷം തുടർച്ചയായിട്ട് നെൽകൃഷി നടത്തിയ ആളാണ്. പ്രവാസം അവസാനിപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ മടുത്ത് നിർത്തി ഞാൻ. നമുക്ക് ലാഭം വേണ്ട, എടുത്ത് പട്ടിയെ പോലെ പണിയെടുക്കുന്നതിന് അനുസരിച്ചുള്ളൊരു സംഭവങ്ങളും കിട്ടണ്ടേ, അതിൻ്റെ മുതലെങ്കിലും കിട്ടണ്ടേ. ഈ നെൽകൃഷിക്ക് ഇപ്പോൾ തരിശുഭൂമിയിൽ കൃഷി ഇറക്കാനുള്ള സബ്സിഡി ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് സുനിൽകുമാർ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതെല്ലാം പോകുന്നത് CPM-ന് താല്പര്യമുള്ള ചില വഴികളിൽ കൂടിയാണ് പോകുന്നത്. ഇപ്പം നെല്ല് സംഭരണത്തിന് ഏൽപ്പിക്കുമ്പോൾ അവരുടെ ചില സഹകരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കും. സമയത്തിന് പൈസ കിട്ടത്തില്ല. കൊയ്യാൻ വരുന്ന മെഷീനാണ്. ഇപ്പോൾ ആൾക്കാർ തൊഴിലെടുക്കാൻ കർഷക തൊഴിലാളികളെ കിട്ടാനില്ല മലപ്പുറത്തൊക്കെ. പിന്നെ ഇത് കൊയ്യുന്നതിന് ബാക്കിയുള്ളതിന് ഇതിനെല്ലാം വരുന്ന കൂലിച്ചെലവ് വരുമ്പം സാധാരണ കർഷകന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പുള്ളി ഇന്ന് പറഞ്ഞ വിഷയങ്ങളെല്ലാം വളരെ കറക്റ്റാണ്. വന്യമൃഗങ്ങൾക്ക് മനുഷ്യനെ തിന്നാൻ ഇട്ട് കൊടുക്കുന്നു, ഭക്ഷണമായിട്ട് ഇട്ട് കൊടുക്കുന്നു, അതിനകത്ത് ഗവൺമെൻറ് അനാസ്ഥയുണ്ടെന്നുള്ളത് പറഞ്ഞു. പക്ഷേ ആ വിഷയത്തെ കുറച്ചുകൂടെ വലിയൊരു വൈഡായിട്ടുള്ള ക്യാൻവാസിൽ കാണേണ്ടതാണ്. കാരണം വന്യമൃഗങ്ങൾക്ക് അവിടെ ഒന്നുമില്ല, കിട്ടാനില്ല. ആ ഒരു പ്രശ്നമുണ്ട്. ഒന്നിനും കൊള്ളാത്ത ഒരു രീതിയിലാണ് AK ശശീന്ദ്രനെ വകുപ്പിനെ കൊണ്ടുപോയിരിക്കുന്നത്. കാരണം AK ശശീന്ദ്രനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി കടൽക്കിഴവൻ എന്നൊക്കെ വിളിച്ചു. അത്തരം പ്രയോഗങ്ങളൊന്നും ഞാൻ നടത്തുന്നില്ല. പക്ഷേ എന്നാൽ തന്നെ ഇതിനകത്ത് ഒരു പക്വമായിട്ടുള്ള ചില സമീപനങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ ഫെൻസിങ് നടത്തിയോണ്ടൊന്നും കാര്യമില്ല. സോളാർ ഫെൻസിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ആന, ഞാൻ കണ്ടൊരു വീഡിയോ കണ്ടതാണ്. ആന വന്നിട്ട് ആദ്യം ഒരു ചെറിയ മരം പിഴുതെടുത്തിട്ട് വൈദ്യുതി വേലിയിലോട്ട് ഇതിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് അയ്യമ്പുഴയാണ്, അങ്കമാലിക്കടുത്ത് അയ്യമ്പുഴയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ കുന്തിരി എന്നൊക്കെ പറയുന്ന വലിയ ഒരു പ്രദേശമുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ ഇപ്പോഴും ആൾതാമസമുള്ള ഇടങ്ങളിലൊക്കെ ആന ഇപ്പോഴും വരുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമായിട്ട് അവിടെ നിൽക്കുവാണ്. ആളുകളൊക്കെ ശരിക്കും അവർക്ക് അവരുടെ ജീവന ഭീഷണിയുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ഇതിനെ ശാസ്ത്രീയമായിട്ട് പഠിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് പ്രാപ്തിയുള്ള ഒരു മന്ത്രി ഇല്ല എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ് കേരളത്തിൽ. അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം വളരെ കാര്യഗൗരവമുള്ളതായി. കോൺഗ്രസിന്റെ ഒരു രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അവർക്ക് ഈ കുട്ടനാട്ടിൽ തന്നെ ഒരു സഹകരണ സംഘമൊക്കെ ആരംഭിച്ച് ഈ നെല്ലൊക്കെ സംഭരിച്ച് അവിടെ തന്നെ ഒരു മില്ലൊക്കെ സെറ്റ് ചെയ്ത് ഈ കർഷകരുടെ എല്ലാം കൂടെ പങ്കാളിത്തത്തോടു കൂടിയൊക്കെയുള്ള ഒരു മുന്നേറ്റം നടത്താനായിട്ട് കോൺഗ്രസിന് സാധിക്കും. അതേ രീതിയിലേക്ക് കോൺഗ്രസിന്റെ ചിന്തകൾ എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഈ പല കാര്യങ്ങളും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിന്റെ പിറകിൽ മാത്രമാണോ, അവിടുന്ന് ജനങ്ങളുടെ വോട്ട് മാത്രം മതിയോ, മറിച്ച് ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള താല്പര്യം ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും ഒന്നും ഇല്ലേ എന്ന ചില സംശയങ്ങളും ഉയർന്നു വരുന്നത്. പിന്നെ ഈ തോളിൽ നിന്ന് ചെവി തിന്നുക, കൂടെ നടന്ന് കാലേ ചവിട്ടുക എന്നൊക്കെ പറഞ്ഞ കലാപരിപാടികളിലാണ് കോൺഗ്രസിന്റെ സംഘടനാ വൈഭവം ഇവരെപ്പോഴും തെളിയിക്കാറുള്ളത്. അതാണല്ലോ. കാരണം ഒപ്പം നിൽക്കുന്നവനിട്ട് എങ്ങനെ പണി കൊടുക്കാന്നുള്ള വിഷയത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക, എല്ലാവരും മത്സരിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയിൽ പൊതുകാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് സമയം കിട്ടുന്നില്ല, അതിൽ താല്പര്യമില്ല എന്നുള്ളതാണ്. CPM-ന്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താ? ഈ കേരളത്തിലെ സഹകരണ മേഖലയാണ്. സഹകരണ മേഖല അത് അവരുടെ ആളുകൾക്ക് ഉപജീവനമാർഗമാവുന്നു, ജോലിയാവുന്നു, കാര്യങ്ങളുണ്ടാവുന്നു, ജനങ്ങളുമായിട്ട് സഹകരണ സ്ഥാപനങ്ങൾക്ക് നല്ല ബന്ധം ഉണ്ടാവുന്നു. കാരണം പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ലോൺ എടുക്കാനായിട്ടുള്ള സൗകര്യം ഒറ്റ ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ലോൺ സാങ്ഷൻ ആയി കിട്ടും. അപ്പോൾ പൊതുമേഖലാ ബാങ്കുകളിൽ പോകുന്ന പോലെയല്ല. സഹകരണ സ്ഥാപനങ്ങളിൽ അവരുടെ അപ്രമാദിത്വമാണ് CPM-ന്റെ സംഘടനാ ബേസ് ഇത്രയും ശക്തമായിട്ട് നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നാട്ടിലൊരു സഹകരണ ബാങ്ക് ഉണ്ടെങ്കിൽ 5-6 പേര് അവിടെ ജോലിക്കായി. ഈ 6 പേരും പാർട്ടിയുടെ പ്രവർത്തകരാണ്. ഫുൾ ടൈം അവർ ജോലി കഴിഞ്ഞാൽ പിന്നെ പാർട്ടി പ്രവർത്തനമാണ്. അപ്പം ആ രീതിയിലുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട്. കോൺഗ്രസ് ഇതിനൊക്കെ ഒരു കാലഘട്ടത്തിൽ വളരെ മുമ്പിൽ നിന്നിരുന്നതല്ലേ. അവരുടെ കയ്യിലിരുന്ന സഹകരണ സ്ഥാപനങ്ങൾ വരെ മറ്റൊരു പിന്നെ പിടിച്ചെടുത്തു. ഈ ഇടക്കാലത്തുണ്ടായിരുന്ന ഗ്രൂപ്പിന്റെ അതെ അത് 2 തരത്തിലാണ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കാലത്ത് ഇവർ ഈ ഭരണസമിതി പിരിച്ചു വിട്ടിട്ട് പിന്നെ ജോയിന്റ് രജിസ്ട്രാറെ വെച്ച് ഭരണം നടത്തും. എന്നിട്ടുള്ള ആൾക്കാരെ മുഴുവൻ മെമ്പർഷിപ്പ് ചേർക്കും, A ക്ലാസ് മെമ്പർഷിപ്പ് ചേർക്കും. അവരെല്ലാം വോട്ടർമാരാവും, പാർട്ടി കേഡർമാരെ ചേർക്കും. അങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ട്. കോൺഗ്രസിന് ഇപ്പോഴാണെങ്കിലും ഇങ്ങനെ വിഷണറി ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കുട്ടനാട്ടിലെ കർഷകരുടെ വിഷയത്തെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നു എന്നൊരു സ്ഥാനത്തിലേക്ക് അവർ പോവുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ നല്ല കാര്യമാണ്. ഇപ്പം ശരത് പവാർ എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഒരു വലിയൊരു ഫാക്ടറായിട്ട് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കുറേ കാലം നിന്നത് ശരത് പവാറിന്
സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിലും വ്യവസായ ലോബികളുടെ പെറ്റായിരുന്നു. ആ രീതിയിലേക്ക് കേരളത്തിലേക്ക് പോകണം നല്ലതാണ്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ, അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങളെ, കർഷകരുടെ പ്രശ്നങ്ങളെ, കുടിയേറ്റ കർഷകർ അനുഭവിക്കുന്ന ഇത്തരം വന്യജീവി അക്രമങ്ങളെയൊക്കെ അതാത് സമയത്ത് അഡ്രസ്സ് ചെയ്യാനും റൈസ് ചെയ്യാനും അതിന് ഫോളോ അപ്പ് നടത്തണം. ഒരു പത്രസമ്മേളനം നടത്തിയെങ്കിൽ പോയിട്ട് കാര്യമില്ല. പത്രസമ്മേളനം നടത്താൻ മിടുക്കനാണ് സതീശൻ, അത് നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇത് പറഞ്ഞു പിന്നെ നേരെ വീട്ടിൽ പോയി ചായ പിന്നെ ചോറും കഴിച്ച് അവിടെ കിടന്ന് തുടങ്ങിക്കേണ്ട കാര്യമില്ല. ഇത് ഒരു യൂത്ത് കോൺഗ്രസ് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട്, കാരണം മുൻകാലത്തെ അപേക്ഷിച്ച് നന്നായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ, റോഡിൽ കിടന്നുള്ള സമരങ്ങൾ കൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നുകൂടി ചിന്തിക്കേണ്ടി. ഈ കല്ലെറിയലും കാരണം പിണറായി വിജയൻ എന്തെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്തെങ്കിലും പറയുന്നു, അതിന് മറുപടി പറയുക മാത്രമല്ല പ്രതിപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് ഈ സമൂഹത്തോട് കുറച്ചുകൂടിയൊക്കെ കടപ്പാടുകൾ ഉണ്ടാവണം, കുറച്ചുകൂടി കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. അവർ ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അല്ലാത്ത പക്ഷം ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്, ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ അന്തർധാര സജീവമാകും എന്നുള്ളതല്ലേ. ഈ ഭരണപക്ഷത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പ്രതിപക്ഷം ഇരിക്കുന്നത്. പക്ഷേ ഈ പ്രതിപക്ഷം വെറുതെ ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ഇട്ട ചെരുപ്പിന്റെ വില എത്രയാണ്, അല്ലെങ്കിൽ കണ്ണടയുടെ വില എത്രയാണ്, ഇവിടങ്ങളിലേക്കൊന്നും പോകാതെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുവാനും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും കൂടി പ്രതിപക്ഷത്തിന് സാധിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. അല്ലെ, അത് തീർച്ചയായിട്ടും അതിനോട് തന്നെയാണ്. കാരണം നമ്മളെ ഒരു പിന്നെ രാഷ്ട്രീയ ബോധം അവിടെ തന്നെ നിൽക്കേണ്ടത്. പുതിയ തലമുറയ്ക്ക് ഈ പറയുന്ന പോലെ കല്ലെറിയാൻ പോകുന്നതിനോടും പിന്നെ സെക്രട്ടേറിയറ്റിൽ മാർച്ച് നടത്തുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇവർ ഈ വിഷയത്തെ ഒന്നും അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ക്യാമ്പയിൻ നടത്തണ്ടേ? അത് നടത്തിയാൽ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറാനുള്ളത് കോൺഗ്രസ്. ഒരു വർഷം ഇല്ല ഇനി പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. ആ രീതിയിലുള്ള ശ്രദ്ധ പോലും ഇവരൊന്നുണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കാനുള്ളത് പ്രതിപക്ഷത്തിലാണ്. സാക്ഷാൽ AKG ലോക്സഭയിൽ നേതാവായിട്ട് CPM നേതാവായിട്ടിരിക്കുമ്പോൾ നെഹ്റു AKGയുടെ ഒറ്റ പ്രസംഗം മിസ്സാക്കാതെ കേൾക്കാൻ അവിടെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ജനാധിപത്യ സംസ്കാരമുള്ള രാജ്യത്ത് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോഴും പാർലമെന്റിനകത്ത് ആ ഒരു മര്യാദയൊക്കെ നിർമ്മലാ സീതാരാമനാവട്ടെ ബാക്കിയുള്ളവരാവട്ടെ അവർ പിന്നെ പല പ്രധാനപ്പെട്ട ആൾക്കാർ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഈവൻ നമ്മൾ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ സംസാരിക്കുമ്പോൾ പോലും പല മന്ത്രിമാരും സന്നിഹിതരാകുന്നുണ്ട്. അപ്പോൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓബൈസി സംസാരിക്കുമ്പോൾ സന്നിഹിതരാകുന്നുണ്ട്. കേരളത്തിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസ് പൊളിറ്റിക്സിൻ്റെ നിലവാരത്തിലേക്ക് ഇവരിങ്ങനെ വായി തോന്ന് കാണിക്കുക, എന്തെങ്കിലും കാണിക്കുക, കുറച്ച് കല്ലെടുത്തെറിയുക എന്നുള്ളതിനപ്പുറത്ത് ഭരണപക്ഷം തെറ്റായ വഴിക്ക് പോകുമ്പോൾ തിരുത്താൻ, ജനപക്ഷത്ത് നിന്നുകൊണ്ട് തിരുത്താനുള്ള ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷത്തിന് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തമാണ് ജനങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഭരണത്തിലേക്ക് നിങ്ങളിപ്പോൾ 5 വർഷത്തേക്ക് വരണ്ട, നിങ്ങൾ 5 വർഷം കൂടി ഇവിടെ നിന്ന് പണിയെടുക്കുന്നുള്ളതാണ് ജനം പറഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ടാണുള്ള തുടർ ഭരണം ഇല്ലാതിരുന്നത്. പിന്നെ ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ കക്കും, നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾ കട്ടോളും, ഞങ്ങളും മിണ്ടുന്നില്ല എന്ന രീതിയിൽ ഇതിനൊന്നും ഫോളോ അപ്പ് ഇല്ലാതെ പോയിരുന്നു. അതിലാകെ ഒരു മാറ്റം വരുന്നത് ബാലകൃഷ്ണപിള്ളയുടെ കേസ് മാത്രമാണ്, ഇടമലയാർ കേസിനകത്ത്. അത് പിന്നെ VS അച്യുതാനന്ദൻ ശക്തമായിട്ട് നിന്നുകൊണ്ടാണ്. ബാക്കിയുള്ള എല്ലാ കേസുകളും ആരെങ്കിലും എന്തെങ്കിലും സഫർ ചെയ്തോ, ഒരാളെങ്കിലും ശിക്ഷിക്കപ്പെട്ടോ, ഒന്നുമില്ല. എന്തെങ്കിലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കെട്ടുപാടുകളുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം പല വിഷയങ്ങളും തുടങ്ങി വെക്കുകയും പെട്ടെന്ന് തന്നെ ഇന്ന് പിൻവാങ്ങുകയും ചെയ്യുന്ന ഒരു സ്വഭാവം, ഒരു സ്ഥിരത വേണം. ഒരു ആശാ വർക്കർമാരുടെ സമരം ഉൾപ്പെടെ ഇപ്പോൾ അനാഥമായിരിക്കുകയാണ്. കാരണം അവരെ ഒന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആദ്യ ദിവസങ്ങളിൽ മാധ്യമങ്ങളുള്ള സമയത്ത് അവരുടെ ഇടയ്ക്ക് ഒരുപാട് നേതാക്കന്മാരായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ആശാ വർക്കർമാരെ തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത അവസ്ഥയുണ്ട്. ആശാ വർക്കർമാരുടെ മാത്രമല്ല, മറ്റേ CPO ലിസ്റ്റിലുണ്ടായിരുന്ന ആളുകൾ എത്രയോ പേര്, പിന്നെ ചെറുപ്പക്കാര്, കാരണം അവരെ ലാസ്റ്റ് ചാൻസ് ആണ്. അവരെ സേനയിലേക്ക് എടുക്കുന്നില്ല. പോലീസ് സേനയ്ക്കകത്ത് ആളുടെ ആവശ്യം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ആൾക്കാരുടെ ആവശ്യമുണ്ട്. പക്ഷെ അതിനൊക്കെ ശമ്പളം കൊടുക്കാന്നുള്ള കാര്യം അവർക്ക് നിയമപരമായ ഒരു സപ്പോർട്ട് പോലും കൊടുക്കാനായിട്ട് ആരും തയ്യാറായില്ല എന്നുള്ളതാണ്. ഏറ്റെടുത്തിട്ടില്ല. നിയമസഭയ്ക്കകത്ത് വലിയൊരു വിഷയമായിട്ട് ആവശ്യമില്ലാത്തല്ല. ആശാവർക്കർമാരുടെ സമരം നിയമസഭയ്ക്കകത്ത് കൃത്യമായിട്ട് പ്രതിപക്ഷം അഡ്രസ്സ് ചെയ്തിരുന്നു. പക്ഷേ CPM-മാരുടെ സമരവും നിയമസഭയ്ക്കകത്ത് അഡ്രസ്സ് ചെയ്യപ്പെട്ടു. പക്ഷേ അതിന് നിയമപരമായിട്ടുള്ള ഒരു പിന്തുണ അവർക്ക് നിയമപരമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനോ അതല്ലെങ്കിൽ അതിന് മേളിലേക്ക് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് പോകാനായിട്ടുള്ള സഹായങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് ഏറെ അപലപനീയമായിട്ടുള്ളൊരു കാര്യം തന്നെ. അല്ല, അതുകൊണ്ടാണ് പ്രതിപക്ഷം ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ജനം അവർക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്, ഭരണം അവരെ ഏൽപ്പിക്കാൻ തയ്യാറാണ്. പക്ഷേ ആദ്യം അവർ ഞങ്ങൾക്ക് ഭരിക്കണമെന്നുള്ള തീരുമാനത്തിലേക്കും തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് ഉള്ള പിന്നെ ഒരു ബോധത്തിലേക്ക് അവർ വരണം. അവർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു ടേം കൂടെ LDF വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിലാണ്, അല്ലാതെ നാട്ടുകാർക്കോ. CPM-ന്റെ മിടുക്കുകൊണ്ടല്ല, UDF-ന്റെ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള കഴിവില്ലായ്മ കൊണ്ടും ആക്ഷനിലേക്ക് കൃത്യമായിട്ട് പോകാനുള്ള അതിനുവേണ്ടി സമയം അവർ മാറ്റിവെക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പ്രതിപക്ഷത്ത് പോലും അവർ പരാജയമാണെന്നുള്ളതാണ് വരുന്നത്. അങ്ങനെ വരുന്നത്. പിന്നെ അവരെങ്ങനെ ഭരിക്കാനാക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്.